മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. വീണ വിജയൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട്. സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിയതാണ് കരിമണൽ ഇടപാടെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടെന്നും വീണ വിജയൻ ഇഡിക്ക് മുൻപിൽ ഹാജരാകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇഡിയുടെ എൻട്രൻസ് ഇവിടെ വളരെ അത്യാവശ്യമായിരുന്നു. പ്രത്യേകിച്ച് ഇതിന് മുമ്പുള്ള അവസ്ഥയും പ്രത്യേകിച്ച് SFIO റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വരെ പ്രിഡിക്റ്റേറ്റ് ഒഫൻസ് ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ഇപ്പോൾ സെക്ഷൻ 447 അനുസരിച്ച് ഇനി അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇഡിക്ക് നിയമപരമായ തടസ്സങ്ങളില്ല. ഇതിനു മുമ്പ് ഇഡി ഇത്തരത്തിലുള്ള ECR രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ അതിനെതിരെ CMR കേരള ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇപ്പോൾ ആ തടസ്സം ഇഡിക്കില്ല. ഇഡിക്ക് കേസുമായിട്ട് മുമ്പോട്ട് പോകാം. കാരണം SFIOയുടെ അന്വേഷണം ത്തിൻ്റെ റിപ്പോർട്ട് കേരളത്തിൽ എറണാകുളത്ത് സ്പെഷ്യൽ കോർട്ടിൽ ഫയൽ ചെയ്ത സാഹചര്യത്തിൽ ഇനി എൻക്വയറിയുമായി മുമ്പോട്ട് പോകാൻ ഇഡിക്ക് നിയമപരമായ തടസ്സങ്ങളില്ല. CBIയും ഈ കേസിൻ്റെ ഭാഗമായി CBIയും കടന്നു വരേണ്ടതായിട്ടുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരം പണം കൈപ്പറ്റിയിട്ടുള്ള എല്ലാ വ്യക്തികളും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, എന്തിനു വേണ്ടിയാണ് ഒരു കമ്പനി, കേരളത്തിലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്തിനു വേണ്ടിയാണ് ഈ കൈക്കൂലി കൊടുത്തതെന്ന് ജനങ്ങൾ അറിയണം. നമ്മൾ പറഞ്ഞത് മാത്രമല്ല, ഈ കേരളത്തിലെ എന്തോ അനധികൃതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ പേരിലായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു കൈക്കൂലി ഒരു കമ്പനി ഇത്രയേറെ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടാകുക. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള പരാതിയിൽ പിണറായി വിജയനും മകൾ മാത്രമല്ല, കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ, ഞാൻ എടുത്തു പറയുന്നു, ആരൊക്കെ ഈ കേസിൽ പ്രതികരിക്കും, ഇപ്പം ഞാനോ എൻ്റെ പിതാവോ ഉൾപ്പെടെ ഈ കേസിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം എതിരെ നടപടി ചെയ്തു. ഞങ്ങളെല്ലാം രാഷ്ട്രീയ നേതാക്കളാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്. അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ആര് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്. അത് ഈ രാജ്യത്തെ, പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്തായ കരിമണൽ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതിൻ്റെ പേരിലാണ് ഇവരെല്ലാം ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത്. അത് ഈ സംസ്ഥാനത്തിനുണ്ടാക്കി വെച്ച നഷ്ടം ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 10-12 വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം കോടി രൂപയിലധികമാണ്. SFIO കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവന്നാൽ കൂടുതൽ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുമെന്നും ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.